നമുക്ക് ആ ഓട്ടോയിൽ കയറാം. വേഗം വാ അമ്മേ. മോളെ നിൽക്ക്. അയ്യോ മോളെ. മോളെ. അയ്യോ മോളെ. അയ്യോ. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഒരു വണ്ടി വിളിക്കാം. ചേട്ടാ അയ്യോ. വണ്ടി നിർത്തേ. വേഗം മോളെ. ഹലോ ഹലോ. മോളെ. അയ്യോ. ചേച്ചി കരയാതിരിക്കെ. മോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കരയല്ലേ? കുഞ്ഞ് ചോരൊലിപ്പിച്ച് കിടക്കുന്ന കണ്ടില്ലേ? നീങ്ങി നിന്നെ. ഡോക്ടർ, ഒരു ആക്സിഡന്റ് പറ്റിയതാ. വണ്ടി ഇടിച്ച ശേഷം പിന്നെ കുട്ടി അനങ്ങിയിട്ടില്ല. ഇത് ഇഞ്ചുറി കുറച്ച് ഡീപ്പാണെന്ന് തോന്നല്ലോ. നന്നായി ബ്ലീഡ് ചെയ്യുന്നുണ്ട്. നോക്കട്ടെ. ഡോക്ടറെ, എന്റെ മോളെ വേഗം ഒന്ന് നോക്ക്. എനിക്ക് ഇവളല്ലാതെ വേറെ ആരുമില്ല ഡോക്ടർ. എന്റെ മോക്ക് ഒരബദ്ധം വരാതെ നോക്കണേ. ഒന്ന് സമാധാനായിട്ടിരിക്കെ. എന്തെങ്കിലും ആശുപത്രിയിൽ എത്തിയില്ലേ? മോളുടെ പേരെന്താ? പൊന്നു. പൊന്നു. നിങ്ങളൊന്ന് ഇറങ്ങി പുറത്തേക്ക് നിൽക്കേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. ഡോക്ടർ, എന്റെ മോള്. നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നേ. ഡോക്ടർ നോക്കട്ടെ. വന്നേ, നമുക്ക് പുറത്തിറങ്ങി നിൽക്കാം. ഈ മോളല്ലാതെ എനിക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ല. ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ പൊന്നുമോക്ക് വേണ്ടിയാ. ഇവളില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്യുമായിരുന്നെന്നറിയോ? നിങ്ങളുടെ പേരെന്താ? മായ. ഒരു കാര്യം ചെയ്യേ, വീട്ടിൽ ആരെങ്കിലും വിളിച്ച് വിവരം പറയൂ. മായ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ടല്ലോ. അങ്ങനെ വിളിച്ചു പറയാനൊന്നും ആരുമില്ല. അപ്പോ മോളുടെ അച്ഛനോ? ആരുടെയും കാര്യം പറയാതിരിക്കുന്നേ നല്ലത്. വിളിച്ച ഫോൺ എടുക്കുമെന്ന് തന്നെ ആർക്കറിയാം. വിവരം അറിയിക്കാതിരിക്കുന്നത് മണ്ടത്തരമല്ലേ? ആരെങ്കിലും ഒരു സഹായത്തിന് വേണ്ടതല്ലേ? എന്തായാലും പുള്ളിക്കാരനെ ഒന്ന് വിളിക്കുമായേ. വിളിച്ചു നോക്കാം. എടുത്തെന്ന് പറഞ്ഞാ മതി. ഈ മിക്സർ വാങ്ങിച്ച നേരത്തിന് ഒരു ബീഫ് ഫ്രൈ മേടിച്ചാൽ മതിയായിരുന്നു അല്ലേ പവിത്രണ്ണ? മിക്സ്ചർ ആയാലും അച്ചാറായാലും 4 പേർക്കും കൂടി 1 ലിറ്റർ ഉണ്ട്. ഇപ്പോഴേ അടിച്ച് കോൺ തെറ്റി ഇവിടെ കിടന്നേക്കരുത്, പറഞ്ഞേക്കാം. സത്യം വെല്ലടിക്കുന്ന കേട്ടില്ലേ? അടിച്ച് കോൺ തെറ്റുമെന്ന കാര്യം ഉറപ്പായി. പെണ്ണും പിള്ളേടാ വിളിക്കുന്നത്. എന്തിനാണോ എന്തോ. ഹലോ. ദൈവത്തിന് നിരക്കാത്ത പണി ചെയ്യല്ലേന്ന് പലവട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ അതിന് പുല്ല് വില കൊടുത്തോ? എന്തോന്നാണ് ചുമ്മാ കിടന്ന് ചൊറിയുന്നത്? കാര്യം എന്താന്ന് വെച്ചാ പറ. പൊന്നുമോൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി. കുഞ്ഞിനെ ഇപ്പൊ ആശുപത്രിയിൽ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്നിരിക്കുക. ആക്സിഡന്റോ? എന്തോന്നാണ് മോൾക്ക് പറ്റിയ? മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു കാർ ഇടിച്ചതാ. ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ശരിക്ക് രക്തം പോകുന്നുണ്ട്. മോൾക്ക് ബോധമില്ല. നിങ്ങൾക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റോ? ഞാൻ ഇറങ്ങി. നീ ഏത് ആശുപത്രിയിലാണെന്ന് പറ. ആശുപത്രിയില. ഞാൻ ഇപ്പൊ എത്താം. ഒരു അരമണിക്കൂർ എത്തി. എടാ, പൊന്നുമോൾക്ക് ഒരു ആക്സിഡന്റ് പറ്റിയെന്ന്. ഞാനൊന്ന് അത്യാവശ്യമായിട്ട് ആശുപത്രി വരെ പോയിട്ട് വരാം. നിങ്ങളിതേ ഇവിടുന്ന് മാറി നിൽക്കരുത്. ഇവന്റെ കാര്യം പ്രത്യേകം നോക്കിക്കോണം. മോൾക്ക് കുഴപ്പമല്ലോ ഉണ്ടോ? ഇത്തിരി കുഴപ്പമാണെന്ന് അവള് പറഞ്ഞേ. ഞാൻ എന്തായാലും ചെന്ന് നോക്കട്ടെ. പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഇറങ്ങിയാൽ ഉടനെ തന്നെ വിളിക്കാം. ശരി. മാഡത്തിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പോയിക്കോ. ഇത്ര നേരം എന്റെ കൂടെ നിന്നില്ലേ? ഇത്രയൊക്കെ ചെയ്തു തന്നില്ലേ? ഒരുപാട് നന്ദിയുണ്ട്. അത്യാവശ്യം ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. ഞാനും ഒരു ജീവൻ മരണ പോരാട്ടത്തിലാ മായ. എന്തു പറ്റി? എന്റെ ഭർത്താവിനെ ഒരു ചതിയിൽപ്പെടുത്തി ഒരു ഊരാക്കുരുക്കിലാക്കിയിരിക്കുവോ. ഹസ്ബൻഡിനെ എനിക്ക് രക്ഷപ്പെടുത്തണമെങ്കിൽ
എനിക്കൊരാളെ കണ്ടെത്തിയേ പറ്റൂ. ഞാൻ അതിനു വേണ്ടിയുള്ളൊരു നെട്ടോട്ടത്തില് അതിന്റെ ഇടയിലാ ഈ ആക്സിഡന്റ്. അതുമല്ല, അമ്മയ്ക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മരുന്ന് വാങ്ങാനാ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ കയറിയത്. അതും മുടങ്ങി. എങ്കിൽ പിന്നെ മാഡം പൊയ്ക്കോ. ആ, അത് സാരമില്ല. എന്തായാലും ഇത്രയായില്ലേ, ഇനിയിപ്പോ ഡോക്ടർ എന്തേലും പറയുമെന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പോവാം. അല്ല, മായ എന്താ മോളുടെ അച്ഛനോട് അങ്ങനൊക്കെ പറഞ്ഞത്? പുള്ളിക്ക് എന്താ ജോലി? എന്താ മായ, പുള്ളി എന്താ ചെയ്യുന്നത്? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാഡം. എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധം. ഇഷ്ടമാണെന്നും പറഞ്ഞ് പുറകെ കൂടിയപ്പോ ആൾ ഇത്തരക്കാരനാണെന്ന് അറിഞ്ഞില്ലായിരുന്നു. എന്നെ ഞാൻ ഇട്ടെറിഞ്ഞു പോയേനെന്നറിയോ? സഹിക്ക. അതെനിക്ക് വേണ്ടിയല്ല, എന്റെ മോൾക്ക് വേണ്ടി. ഇപ്പോഴും അയാൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ അതിന് കാരണം എന്റെ ഈ മോളാ. അവൾക്ക് അച്ഛനെന്ന് വെച്ച ജീവന. എന്നേക്കാൾ സ്നേഹം അങ്ങേരോടാ. വേറൊന്നും കൊണ്ടല്ല, അങ്ങേർക്ക് അതിന്റെ ഇരട്ടി സ്നേഹമാ മോളോട്. ഞാൻ പറഞ്ഞാ കേട്ടില്ലേലും മോള് പറഞ്ഞാ കേക്കും. അവൾക്ക് വേണ്ടി എന്തും ചെയ്യും. അതെ, മോളുടെ നില അത്ര സേഫ് അല്ല. തൽക്കാലം ഐസിയുലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. എന്റെ മോൾക്കൊരു അബദ്ധം വരുത്തല്ലേ. അവളെ കാത്തോണേ മോളെ. അയ്യോ മായ, ഇങ്ങനെ കരയല്ലേ, വന്നേ. മോളെ മോളെ മായ നിക്ക, അങ്ങോട്ടിരുന്നേ. ഇനി ഇങ്ങനെ നിന്ന് എവിടെയെങ്കിലും കൊഴിഞ്ഞു വീഴും. തളർന്നു പോവേണ്ട സമയമല്ല ഇത്. ധൈര്യമായിട്ട് നിൽക്കണം. ആ ധൈര്യമായിരിക്കും മോളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. എനിക്ക് പറ്റുന്നില്ല മാഡം. എന്റെ ഉള്ളിൽ എന്തോ വല്ലാത്ത ഭയം തോന്നുവാ. മോൾക്കെന്തോ ആപത്ത് പറ്റുമെന്ന ചിന്ത. അങ്ങനെ വല്ലതും സംഭവിച്ച പിന്നെ എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. അതെ, ഇമ്മീഡിയറ്റ് ആയിട്ട് കുഞ്ഞിന് ബ്ലഡ് കൊടുക്കേണ്ടി വരും. AB പോസിറ്റീവ് ആണ് ഗ്രൂപ്പ്. പെട്ടെന്നൊരു ഡോണറെ സംഘടിപ്പിക്കാം. എന്റെ ബ്ലഡ് മതിയോ സിസ്റ്റർ? നിങ്ങൾ ഇപ്പൊ തന്നെ വീക്കാ. കുട്ടിയുടെയും നിങ്ങളുടെയും ഗ്രൂപ്പ് സെയിം ആണോ? അല്ല, ഞാൻ A പോസിറ്റീവാ. ആ ബ്ലഡ് തരാം. പകരം എന്റെ മോൾക്ക് എവിടുന്ന് കൊടുക്കോ? ഞങ്ങള് ബ്ലഡ് ബാങ്കിൽ ചോദിച്ചു, അവിടെ AB പോസിറ്റീവ് സ്റ്റോക്ക് ഇല്ല. അങ്ങനെ പറഞ്ഞ ഞാനിപ്പോ എവിടെ പോവാനാ? എനിക്ക് ഇവിടെ ഒരു പരിചയക്കാര് പോലും ഇല്ല. ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ചു നോക്ക്. അത്യാവശ്യമാണ്, പെട്ടെന്നൊരു മറുപടി വേണം. മാഡം, മാഡത്തിന്റെ അറിവിൽ ഈ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഉണ്ടോ? എന്നെ ഒന്ന് സഹായിക്കോ? ഞാൻ AB പോസിറ്റീവാ. അമ്മേ, എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. എനിക്കറിയാം, അതിലും വലിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുവാ ഞാൻ. അങ്ങനൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് ഇറങ്ങാം. ആ ശരി ശരി, ഞാൻ വരാം.